യുവത്വം നിലനിൽക്കുമെന്ന് കരുതേണ്ടതില്ല. അത് ഈ യുവത്വമുണ്ടല്ലോ, എന്തിനും പാകപ്പെട്ട യുവത്വമുണ്ടല്ലോ. ഈ യുവത്വകാലത്ത് ഇസ്ലാമിന് വേണ്ടി വല്ലതും ചെയ്യാൻ നമുക്ക് സാധിക്കണം. പാവപ്പെട്ട രോഗിയെ കാണുമ്പോ അവിടെ ചെന്നുകൊണ്ട് ഉപ്പ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ എന്റെ വണ്ടിയുമായി വരാം എന്ന് പറഞ്ഞ ആ ഉപ്പാനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിനക്ക് കഴിവുണ്ടല്ലോ. അങ്ങാടിയിരുന്ന ബസ് സ്റ്റോപ്പിലോ മറ്റു പേടികത്തിണ്ടേലോ ഇരുന്നു കൊണ്ട് സൊറ പറയാതെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മോനെ നിനക്ക് ചെലവഴിച്ചൂടെ. സാമ്പത്തികമായി ഒരുപക്ഷെ വലിയ ബാക്ക്ഗ്രൗണ്ട് നിനക്കില്ലെങ്കിലോ പാവപ്പെട്ട ആളുടെ വീട് ആളുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ഒരു ദിവസമെങ്കിലോ നിന്റെ ജോലിയിൽ നിന്ന് മാറ്റിവെച്ച് അവിടെ പോയി ഒരു സഹായം ചെയ്തു കൊടുത്താൽ വലിയ കൂലിയല്ലേ. അത് ആളുകളുടെ പെണ്ണിലേശം നടക്കുമ്പോ അവിടുത്തുള്ള ഫിത്നയും ഫസാദും പറയുന്ന ചില നാടുകളുണ്ടോ. മോനെ എന്തിനാണ് ഫസാദ് ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഫിത്ന ഉണ്ടാക്കുന്നത്? ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടോ അറിയില്ല. നല്ല ചെറുപ്പക്കാരുള്ള സദസ്സ. ചെറുപ്പക്കാരെ, നമ്മുടെ യുവത്വകാലമുണ്ടല്ലോ, അലാലേത്ത ശബാബ യൗമ فأخبره بما فعل المسجد. ചെറിയ നഹിൽ കിതാബ് എന്ന കുട്ടികൾ പോലും പാടുന്ന ബൈത്ത അലാലേത്ത ശബാബ യഊദു യൗമ. വയസ്സായ പ്രായമായ ഒരാൾ കുളിക്കുകയാ, അല്ലാഹുവേ ഒരിക്കൽ കൂടി എനിക്ക് ആ യുവത്വം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ബിമാ ഫഅലൽ മസ്ജിദ്. അതേ വയസ്സായി കഴിഞ്ഞാൽ നരഭാവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുക എന്ന് ഞാൻ എന്റെ യുവത്വത്തോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതേ യുവാവായ സമയത്ത് പ്രായമായ ആളുകൾ പറയും, മോനെ ഇന്ന് പോയി നിസ്കരിച്ചോ, അല്ലെങ്കിൽ ജുമഅക്ക് നേരത്തെ പോയിപ്പോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള നല്ല കാര്യത്തിന് പറയുമ്പോ യുവാക്കളുടെ മറുപടി എന്നോ ഏതായാലും ഇത് യുവത്വം വേണോ. ഒരു 10, 40, 50 വയസ്സായിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് വരാം, അവിടെ എത്തിക്കാതിരിക്കോ, നോമ്പെടുക്കോ. എന്നാൽ മോനെ ഇന്ന് നല്ല യുവത്വം വേണോ, നിസ്കരിക്കാൻ നല്ല ഉഷാറോടുകൂടെ നടക്കാൻ കഴിയുമോ, ചെയ്യുമ്പോ യാതൊരു കുഴപ്പവുമില്ല, 30 നോമ്പ് തോൽക്കുമ്പോ നിന്റെ ശരീരത്തിന് യാതൊരു പ്രയാസവുമില്ല. അതേ എന്നാൽ 50, 60 വയസ്സാവുമ്പോ ആളുകളിങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ നിന്റെ മനസ്സിൽ വലിയ താല്പര്യമാണ്. നേരത്തെ നിന്ന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പക്ഷേ അന്ന് നിന്റെ കാൽമുട്ടിന് വലിയ വേദനയോ, നിന്റെ ഊരയ്ക്ക് വേദനയോ, നിന്റെ വയറിന് അസ്വസ്ഥതയോ, നിന്റെ തലകുനിക്കുമ്പോ വല്ലാത്ത വേദനയോ, ഒന്നിനും കഴിയുന്നില്ല. മനസ്സിൽ വലിയ ആഗ്രഹമാണോ? എന്നാൽ യുവാക്കളെ നമുക്ക് എല്ലാത്തിനും കഴിയുന്നു, മനസ്സിൽ ആഗ്രഹമില്ല. അത് യുവത്വകാലത്ത് ശരീരം കൊണ്ട് എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണോ. രണ്ടാമത്തെ ചോദ്യമാണോ